അസീബ്. അസീബ്, ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ലല്ലോ? ഇല്ല, 69 മോഡൽ വില്ലീസാണ്, ഇതിന് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യമില്ല. 1969 മോഡൽ വില്ലീസാണ്. ആ വില്ലീസ് ജീപ്പിന് ഈ സീറ്റ് ബെൽറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത്. ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. നമസ്കാരം. ഓക്കെ, ഹായ്. ഈ നാട്ടുകാർ നമ്മളോട് കാണിക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഈ നാടിനെ നന്മയിലേക്ക് നയിക്കാൻ, നാടിനെ ആ പഴയ ചരിത്രത്തിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഊർജ്ജമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഈ വാർത്ത വരുമ്പോഴും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്തയാണ്. മൃഗശാല മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ മൃഗശാലയ്ക്ക് ഇപ്പോൾ പിഴയിട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി പോകാം. റോഷിപാൽ ചേരുന്നുണ്ട്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിച്ച തിരുവനന്തപുരം മൃഗശാലയ്ക്ക് പിഴയിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 15 ദിവസത്തിനുള്ളിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് അവിടെ സ്ഥാപിക്കണമെന്നും ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട് ഈ വാർത്ത പുറത്തെത്തിച്ചത് റോഷിപാലും സംഘവുമാണ്. റോഷി നമുക്കൊപ്പം ചേരുന്നു. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, റിപ്പോർട്ടറിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റാണ് നമ്മുടെ നഗരത്തിൻ്റെ മധ്യത്തിൽ 6 വർഷമായി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയ മൃഗശാലയ്ക്ക് നമ്മുടെ വാർത്തയെ തുടർന്ന് ഇപ്പോൾ പിഴയിട്ടിരിക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ റോഷി? ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും മലിനജലം ഏതാണ്ട് വർഷങ്ങളായി പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ മലിനജലം പുറത്തുവിടുന്നതായി വാർത്താ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പഠന റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടാണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട സംഭവം സമൂഹത്തെ അറിയിച്ചതും. അതിന് തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാർ മൃഗശാലയിൽ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ ഇങ്ങനെ മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതായും ആ അഴുക്കുചാൽ നേരെ ആമേഴഞ്ചാൻ തോട് വഴി അറബിക്കടലിലേക്ക് എത്തുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ 1.5 ലക്ഷം രൂപ തിരുവനന്തപുരം കോർപ്പറേഷൻ മൃഗശാലയ്ക്ക് മേൽ പിഴ ചുമത്തിയിരിക്കുന്നത്. ഏറ്റവും നിർണായക നടപടിയാണ്. അതിന് പുറമെ 15 ദിവസത്തിനകം തന്നെ ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ഒരു അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. നേരത്തെ മന്ത്രി ചിഞ്ചുറാണി മാർച്ച് 31 തന്നെ ഈ മൃഗശാലയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുമെന്ന് റിപ്പോർട്ടർ TVയോട് വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്ന് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ 1.5 ലക്ഷം രൂപ ഈ മൃഗശാലയ്ക്ക് പിഴ ചുമത്തിയത്. കാരണം മൃഗങ്ങളുടെ വിസർജ്യം ഉൾപ്പെടെ പൊതു അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതായി സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 6 വർഷക്കാലമായി ഈ മൃഗശാലയിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അന്ന് റിപ്പോർട്ടർ TVയോട് മൃഗശാലയുടെ ഡയറക്ടർ മഞ്ജുള പറഞ്ഞത്. ഏതാണ്ട് ഇതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ പരിശോധനയിലും ഈ കാര്യം കണ്ടെത്തിയതാണ്. അത് CETയിലെ വിദ്യാർത്ഥികളാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വേണ്ടി ഇത്തരമൊരു വിശദമായ പഠനം നടത്തിയത്. നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കോർപ്പറേഷനും 7 മാസം മുമ്പ് ഈ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് പരിഗണിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു മൃഗശാല. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. തിരുവനന്തപുരം മൃഗശാലയ്ക്ക് പിഴയിട്ടിരിക്കുന്നു കോർപ്പറേഷൻ. 1.5 ലക്ഷം രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. റോഷിപാലും സംഘവുമാണ് ആ വാർത്ത കൊണ്ടുവന്നത്. 6 വർഷമായി തിരുവനന്തപുരം നഗരശാലയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഒരു ചട്ടവും പാലിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു മൃഗസംരക്ഷണശാലയിലെ മലിനജലം ആമയിഴഞ്ചാൻ തോട്ടിലേക്കടക്കം ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നത്.